He is seated at the right hand of the Father. We praise you, Daddy. He who treads the high place of the earth. He who walks in the midst of the 7 golden lampstands. Praise you, Daddy. Udala Vikala Viko Rasyandara Varashandare Riko Rabasyandare Vikarava Shandara ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഹല്ലേലൂയ. കടന്നു വരുന്നവരിന്ന രാത്രി അത്ഭുതങ്ങൾ പ്രാപിച്ച്, രോഗസൗഖ്യം പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച് കർത്താവിനോട് ഒന്നായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കേൾക്കുന്ന വചനം ഞങ്ങളെ 100 മേനി ഫലം കൊണ്ടുവരണം കർത്താവേ. വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുമാറാകണം കർത്താവേ. രോഗികൾ കടന്നു വരുന്നവരുന്ന സൗഖ്യം പ്രാപിക്കുമാറാകണം കർത്താവേ. ആരവശന്തരെ കടന്നു വരുന്നവരാര് കർത്താവേ. അഭിഷേക് വിട്ടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങുവാൻ സ്വർഗ സഹായിക്കണം. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, സ്തുതി, ആരാധന, വചനഘോഷം എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണമേ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ദൈവശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയാചനേപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചിരുന്ന യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്നവരെ സ്നേഹത്തോടെ ഈ ഗൂഗിൾ പ്രയർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവോദൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. ഉലകസ്ഥാപനത്തിൻ ഉളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. ബലിനേദമാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. അതിക്രമമോചനമാം അനുഗ്രഹമവനിൽ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്നെ കൃപയാൽ. അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു
ഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവോദൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഹല്ലേലൂയ. സർഗസ്ഥലങ്ങൾ വെടിഞ്ഞ് സർഗോന്നതനായ യേശു കർത്താവ് താഴെ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. നമ്മളെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ കർത്താവ് വലിച്ചെടുത്തു. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിൽ അംഗമാവുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. യേശു കർത്താവ് തന്റെ സകല മഹത്വവും ഇടിഞ്ഞ് താഴെ ഭൂമിയിൽ വന്നു, സകല മാനവരാശിയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട്. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവത്തിന് ഹല്ലേലൂയ നമ്മളോട് കാട്ടിയ സ്നേഹത്താലാണ് അത്രേ ദൈവമക്കളെ ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ കൃപയിലായിരിക്കുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് ദൈവത്തോട് നമുക്ക് നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി യേശു കർത്താവിന്റെ നാമത്തിൽ വീണ്ടും കടന്നു വന്നവരെ ഓർത്ത് നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, യേശു കർത്താവിന്റെ നാമത്തിൽ ഈ വചനത്തെ തൃപ്പാത്തി സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവടികളോട് സംസാരിക്കണമേ. കേൾക്കുന്ന ഹല്ലേലൂയ എല്ലാവരുടെ മേലും കർത്താവേ വചനം ക്രിയ ചെയ്യണമേ. അവരുടെ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടണമേ. ഉദാരക സന്ദരെ അവർ ഞങ്ങൾ ഓരോരുത്തരിലും കർത്താവേ വചനത്തിന്റെ രൂപാന്തരം ഉണ്ടാവുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു. ആദ്യോടെന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചു കിട്ടിയ കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാം, ദൈവത്തിന്റെ വഴിയിലൂടെ ജീവിക്കുവാൻ ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ജീവിക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം. ഹല്ലേലൂയ. കർത്താവിന്റെ ഗ്രേസ് നമുക്ക് ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിശ്വാസത്താൽ കർത്താവ് നമുക്ക് ക്രൂശിൽ, കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുന്നേ സകലതും കർത്താവ് പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കർത്താവ് എല്ലാം ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഹല്ലേലൂയ പുതിയ കവനന്റിലേക്ക് നമ്മൾ കയറിയ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. അത് നമ്മുടെ മുന്നിൽ എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുവാൻ, നമ്മുടെയൊക്കെ അകക്കണ്ണുകളെ തുറക്കുവാൻ നമ്മൾ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിലെ കർത്താവ് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്റെ ഉള്ളിൽ വന്നു. ഹല്ലേലൂയ. ഞാൻ ഒന്നും കർത്താവിനോട് യാചിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഓ, ആ സ്പിരിറ്റിലേക്ക് നമ്മൾ നോക്കണം. കർത്താവ് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വന്ന് വസിക്കുവാണ്. തത്വത്തിന്റെ മുദ്രയായ ക്രിസ്തു. ഓ, ഹോപ്പ് ഓഫ് ദ ഗ്ലോറീസ്. ഹല്ലേലൂയ. ഓ, റിബാര dwelling inside us. ഹല്ലേലൂയ. ആ കർത്താവിലേക്ക് നോക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അവിശ്വാസികളുടെയും
വിശ്വാസികളുടെയും ആയുധങ്ങളാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിശ്വാസികൾ എന്താണ് ചെയ്യുന്നത്? ജഡപ്രകാരം അവർ ഡീൽ ചെയ്യും. അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഫൈറ്റിങ്സും, അറ്റാക്സ്, അവർക്കെതിരെ ആൾക്കാർ ഉന്നയിക്കണ വാക്കുകള്, സംസാരിക്കണ വാക്കുകള്, അവർക്ക് വിരോധമായി എന്താ പറയണ വരുന്ന എല്ലാ അറ്റാക്സും അവർ നേരിടുന്നത് ജഡപ്രകാരമാണ്, ഫ്ലഷ്ലി ആണ്. പക്ഷേ അതിനേക്കാളും ശക്തമേറിയ ആയുധങ്ങളാണ് ഒരു ദൈവവിശ്വാസി ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ആ ആയുധങ്ങളെക്കാൾ ശക്തമേറിയ ആയുധങ്ങളാണ് ആത്മീയ ആയുധങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ ദേവഭക്തന്മാർ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു പോർക്കളത്തിൽ നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഒരു വിക്ടറി ഗ്രൗണ്ടിലാണ്. കർത്താവ് ഓൾറെഡി നമുക്ക് വേണ്ടി ജയിച്ചു തന്ന ആ ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് നമ്മൾ എനിമി അറ്റാക്ക് ചെയ്യുന്നത്? ഓൾറെഡി ഹി ഈസ് ഡിഫീറ്റഡ്. നമ്മൾ അതിന്റെ മുകളിലാണ്. വി ആർ സീറ്റഡ് above the principalities and powers. എഫേസ്യലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. We are seated in the heavenlies. We are the heavenly citizens. We are above the principalities and powers. udala shakala ralaba rikala basyandalaba shandare. പിന്നെ എങ്ങനെയാണ് ഈ എനിമി നമുക്കെതിരെ അറ്റാക്കുമായി വരുന്നത്? അവൻ നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തില്, ഹല്ലേലൂയ, അവരുടെ തോട്ടിലൂടെയാണ് അവനകത്ത് കയറിയത്. ഹല്ലേലൂയ. ഉഡാലാബാശന്തര. ആ ഹവ്വയ്ക്ക് ഒരു സംശയവും തോന്നിയില്ല. ഹല്ലേലൂയ. അവർ ആക്ച്വലി കർത്താവിന്റെ തേജസ് കൊണ്ട് കവേർഡ് ആയിരുന്നു. They were covered with God's glory. അവർക്കെല്ലാം ദൈവം ഇവിടെ കൊടുത്തിരുന്നു. God gave them the whole dominion over everything. ഏദൻ തോട്ടത്തിനകത്തുള്ള എല്ലാത്തിന്റെ മേലും അവർക്ക് അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, അവർ പാപം ചെയ്തു. അവർ ഹല്ലേലൂയ, എനിമി വന്ന് കർത്താവ് പറഞ്ഞ വചനത്തിനെ ട്വിസ്റ്റ് ചെയ്തു. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇപ്പം ഈ ഒരു ലേറ്റസ്റ്റ് കർത്താവിന്റെ വരവെടുത്തപ്പോ പല ടീച്ചിങ്സ് ആണ്. വചനത്തിന് വിരോധമായിട്ടുള്ള പല ടീച്ചിങ്സ് നമ്മൾ കേൾക്കാറുണ്ട്. അത് നമ്മൾ വിചാരിക്കും, അതും നമ്മൾ പറയുന്ന വചനമാണല്ലോ, നമ്മള് കേൾക്കണ പ്രസംഗമാണല്ലോ, അതുപോലെ ഉണ്ടല്ലോ ഒക്കെ തോന്നും. അപ്പൊ എനിമി കയറുന്നത് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ രാപ്പകൽ എപ്പോഴും വചനം ധ്യാനിപ്പിൻ. ഹല്ലേലൂയ. ഉഡാല ശന്തര റിക്കോ റവസ്യാന്തരാലവശന്തര. യേശു കർത്താവിനെയും എനിമി ഹല്ലേലൂയ വചനം വെച്ചാണ് അറ്റാക്ക് ചെയ്തത്. ഹല്ലേലൂയ. അവൻ എപ്പോഴും നമ്മുടെ തോട്ട് സിസ്റ്റത്തിലാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. ഉദാരക ശന്തര. അതുകൊണ്ടാണ് കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയം നമ്മൾ വചനം കൊണ്ട് നിറയ്ക്കണമെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു എതിരാളി ഉണ്ട്, ശരിയാണത്. ഹല്ലേലൂയ. ദൈവവചനം എന്താ? വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ നിൽക്കുന്നവരാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതുമാണ്. വിശ്വാസ ജീവിതത്തെ തകർക്കാൻ അവൻ പല തന്ത്രങ്ങളും കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോഴാണ് പൗലോസ് എഴുതിയത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടുമാണ്. ദൈവമക്കളെ, നമുക്ക് വിരോധമായി ഒരു വ്യക്തി എഴുന്നേറ്റ് സംസാരിച്ചാൽ, ഒരു അറ്റാക്കിന് വന്നാൽ, നമുക്ക് കോടതിയിൽ പോകാനോ നമുക്ക് കൊടി പിടിക്കാനോ സത്യാഗ്രഹം ഇരിക്കാനോ നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ പെർമിഷൻ ഇല്ല. ഹല്ലേലൂയ. ജഡീക ആയുധങ്ങളെക്കാൾ വളരെ ശക്തമായ ആയുധങ്ങളാണ് ആത്മീയ ആയുധങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മെ വിശ്വാസത്തിൽ നിന്ന് വീഴിക്കുക എന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. നമുക്ക് യോബിന്റെ കഥ നമുക്കറിയാം. ഹല്ലേലൂയ. യോബ് എത്ര നല്ല മനുഷ്യനായിരുന്നു. ദോഷം വിട്ടകലുന്നും ഭക്തന്മാരുമായ എത്രയോ കാര്യങ്ങളാണ് ദൈവം യോബിനെ കുറിച്ച് പറയുന്നത്. അത്രയും പ്രിയപ്പെട്ടവനായി യോബിനെ വീഴ്ചെങ്കിൽ ഹല്ലേലൂയ. ഉടാലപശന്തര. ശരീര ആസകലം നമുക്കറിയാം. വ്രണം ബാധിച്ച് അതിവേദനപ്പെട്ടു. അതെല്ലാം സഹിച്ച് വേദന സഹിച്ചിരിക്കുമ്പോഴാണ് ഭാര്യ എന്ന് പറയുന്നത് ആ വിശ്വാസത്തെ തള്ളി പറഞ്ഞിട്ട് നിങ്ങൾ പോയി ചാവ് എന്ന്. ഹല്ലേലൂയ. അപ്പോൾ യോബ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്,
ദൈവത്തിൽ നിന്ന് എത്രയോ നന്മകൾ നമ്മൾ പ്രാപിച്ചു. ഹല്ലേലൂയ. അത് നീ ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഓടിമാറവശന്തര യോബ് പറഞ്ഞു, എന്നാൽ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസത്തെ മുറുകെ പിടിച്ച് യോബ്. ഹല്ലേലൂയ. താൻ ജഡിക ആയുധങ്ങളല്ല മക്കളെ അവിടെ ഉപയോഗിച്ചത്, ആത്മീയ ആയുധങ്ങളാണ്. ഉദാരകശന്തര പത്രോസ് എഴുതിയ ഒരു കാര്യമുണ്ട്, 1 പത്രോസ് 5:8. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടേ എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അവരോട് പോരാടണമെങ്കിൽ നമ്മൾ നിർമ്മതരായിരിക്കണം, അതുപോലെ സുബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ജാഗ്രതയോടെ ഉണർന്നിരിക്കണം. ഏത് സമയത്ത് ഏത് സ്ഥലത്ത് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തായിരിക്കും നമ്മൾ പോയി പെടുന്നത്. ഹല്ലേലൂയ. ആത്മാവിന്റെ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ഒരു ദൈവ പൈതൽ നടക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ എന്തിനാണ് ദൈവമക്കളെ നമുക്ക് കിട്ടുന്ന സമയമെല്ലാം നമ്മൾ ദൈവവചനം കേൾക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കഷ്ട സമയത്ത്, നമ്മുടെ പ്രതിയോഗി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ആ വാളെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സമയത്ത് പരിശുദ്ധാത്മാവ്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അനുഭവമുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പല വചനങ്ങളും തന്നിട്ടുണ്ട്. ആ സമയത്ത് ആരോട് എന്ത് സംസാരിക്കണമെന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഉദാരക സന്തരാറിക്കോ ഈസ് ദ ഹെൽപ്പർ. ഉദാരക ശന്തരാറിക്കോ റബസ്യ. ബലഹീനതയെ തികഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ശക്തീകരിക്കുവാൻ ഉദാരക സന്തരെ പരിശുദ്ധാത്മാവ് നമുക്കുണ്ട് ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് ഉറ്റ സഖിയായിട്ട് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ഏത് വേഷത്തിലാണ് ഇവൻ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇവൻ അറ്റാക്ക് ചെയ്യുന്നത്. കുദാരക സന്തരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. കുദാരക ശന്തര റിക്കോ റബസ്യാന്തരാലഭ ശന്തര. വിശ്വാസ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ചില അവയവങ്ങളെ ആയുധങ്ങളെ നമുക്ക് നോക്കാം. 1, അരയ്ക്ക് സത്യമാകുന്ന ബെൽറ്റ് കെട്ടണം. ഹല്ലേലൂയ. അതായത് അര മുറുക്കണം. നമുക്കറിയാം ഈ പിശാച് ബോഷ്ക്ക് പറയുന്ന അവന്റെ അപ്പനുമാണെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താണ്? സത്യം അരയ്ക്ക് കെട്ടണം. എന്താണ് സത്യം? When you know the truth, you will be set free. അരയ്ക്ക് സത്യം എന്ന വചനം കെട്ടണം. ഹല്ലേലൂയ. 2, നീതി എന്ന കവചം ധരിക്കണം. ശത്രുവിന്റെ ആയുധമേൽക്കാതെ ശരീരത്തെ പരിപാലിക്കുന്നത് നീതി എന്ന കവചമാണ്. രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും നീതി, we are all righteous. നമ്മൾ നീതിമാന്മാരാണ്. ഊടാര ശന്തര അറിക്കോ. നമുക്ക് കിട്ടിയ നീതി നമ്മുടെ ഗുണം കൊണ്ട് കിട്ടിയതാണോ? നമ്മൾ നീതിമാനായതാണോ? We are all justified not because of our works. We are justified because of Jesus justification. കർത്താവിനെ നമ്മൾ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, നമ്മൾ അവന്റെ ഉയർത്തെഴുന്നേറ്റിൽ വിശ്വസിച്ചപ്പോൾ, കർത്താവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, അഭിഷേകം പ്രാപിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവ് തന്ന നീതീകരണമാണ്. ഹല്ലേലൂയ. അതൊരു കവചമാണ്. നീതി എന്ന കവചത്തിനുള്ളിലേക്ക് അവന്റെ ആയുധങ്ങൾ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മൾ 2 കാര്യം പറഞ്ഞു. അരയ്ക്ക് സത്യം കെട്ടണം. 2, നീതി എന്ന കവചം ധരിക്കണം. 3, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിനെ ചെരുപ്പാക്കണം. ഹല്ലേലൂയ. എന്താണ് ആക്ച്വലി നമ്മൾ സുവിശേഷത്തിൽ പറയണേ ദൈവമക്കളെ? ക്രൂശീകരിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് സുവിശേഷം. നമ്മൾ അത് തന്നെയാണോ നമ്മൾ ജാതികളോട് പറയുന്നത്? ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്കാണ് ഹല്ലേലൂയ സമാധാനം നൽകുന്ന സുവിശേഷമാണ്. എപ്പോഴും സുവിശേഷത്തിന് വേണ്ടി ഓടാൻ ബദ്ധപ്പാടുള്ള കാലുകളായിരിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ശത്രു അവിടെ പരാജയപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അതൊരായുധമാണ്. 4-മത്തെ ആയുധം വിശ്വാസം എന്ന പരിച പിടിച്ചു നിൽക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പല അറ്റാക്സും ഫാമിലിയിൽ നിന്നും പുറത്തു നിന്നൊക്കെ വരുമ്പോൾ വിശ്വാസം എന്ന പരിച പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നെ ഉൾപ്പെട്ടായി ചോദിക്കണേ. ഹല്ലേലൂയ.
ദുഷ്ടന്റെ തീയമ്പുകൾ ഈ വിശ്വാസമാകുന്ന പരിചയിൽ കൊള്ളുമ്പോൾ അത് കെട്ടുപോകും. ഹല്ലേലൂയ. നമ്മൾ എത്ര പ്രയാസം, ഞാൻ ഈ ഇടയ്ക്ക് കേട്ട ഒരു സാക്ഷ്യമാണ്. ഒരു വലിയ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ ഇഷ്ടമായിട്ടുള്ള ഒരാൾ, ഭയങ്കര സീനിയർ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. പുള്ളിക്കൊരു അസുഖം വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി എമർജൻസി ആയിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ പുള്ളി ഭയങ്കര കർത്താവിൽ ഭയങ്കര വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ആത്മാവിനോട് ഈ ദൈവ മനുഷ്യൻ പ്രാർത്ഥിച്ചു, കർത്താവെ നീ എനിക്ക് സൗഖ്യം തരണം, നിന്റെ സൗഖ്യം ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും, ഫാമിലി ആൾക്കാർ ഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ എന്നാ ചെയ്തതെന്നറിയോ? വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് അങ്ങടെ എടുത്തു. താൻ കൂടുന്ന ഒരു ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരിടയ്ക്ക് കൂടുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ ഈ വിശ്വാസി എന്ത് ചെയ്തു? അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് പൂർണ്ണമായി എന്നെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുന്നേ കർത്താവിന്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായി കഴിഞ്ഞു. അപ്പോൾ ഈ ദുഷ്ടൻ, ഈ മനുഷ്യൻ, ഈ വിശ്വാസിയുടെ ഉള്ളിരുന്ന് പറയാ, നിനക്ക് സൗഖ്യമായിട്ടുള്ളൂ, നീ എന്താ ഇത്രയും മനുഷ്യരുടെ മുന്നേ എന്ന് വിളിച്ചു പറയണേ? അപ്പം നമ്മുടെ ആ വിശ്വാസിയുടെ ഉള്ളിൽ 2 ഫൈറ്റ് നടക്കുകയാണ്. ഫ്ലഷ് പറയുന്നു എന്താണ്? സൗഖ്യമായിട്ടില്ല, നീ എന്താ കള്ളം പറയണം. സ്പിരിറ്റ് പറയുന്നു യു ആർ ഓൾറെഡി ഹീൽഡ് ബൈ ജീസസ് സ്ട്രൈപ്സ്, യു ആർ ഓൾറെഡി ഹീൽഡ്. ഹല്ലേലൂയ. അപ്പം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ അന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും പുള്ളിക്കാരന് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സിംറ്റംസ് ഒക്കെ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്, നടക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. വന്ന് നെക്സ്റ്റ് ഡേ രാവിലെ നോക്കിയപ്പം ആ അസുഖത്തിന്റെ എല്ലാ സിംറ്റംസുമായി ആ ദൈവ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യമായിരിക്കും. ദൈവമക്കളെ, അതാണ് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളെല്ലാരും വിശ്വാസികളാണ്. ഉടാല ശന്തര റിക്കോ റബസ്യാന്തരബ. ബട്ട് ആർ വി ടേക്കിംഗ് സ്റ്റെപ്പ്? ഹാലേലൂയ. ഫെയ്ത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നുണ്ടോ? അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത്. ഉദാരക സന്തരെ റിക്കോ റബസ്യാന്തരാലബ. അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രം. തലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത് രക്ഷയാകുന്ന ഹെൽമെറ്റ് ആണ്. അത് തലയ്ക്ക് രക്ഷയായിരിക്കുന്നിടത്തോളം ശത്രുവിന്റെ ഒരു ആയുധത്തിനും ഒരു ദോഷവും നമ്മളെ ചെയ്യാൻ കഴിയത്തില്ല. അടുത്ത വാൾ എന്താണ്? ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ദൈവവചനം എന്താന്നാ പറഞ്ഞേക്കണേ? ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ശത്രുവിനോട് പൊരുതുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ആത്മീയ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ദൈവമക്കളെ ദൈവവചനം. അതുകൊണ്ടാണ് രാപ്പകൽ സങ്കീർത്തനയും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണില്ലേ, നിങ്ങൾ രാപ്പകൽ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തത് വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. യേശു തനിക്ക് നേരെ വന്ന പരീക്ഷകളുമായി വന്ന പിശാചിനോട് പോരാടി ജയിച്ചതും വചനമാകുന്ന ഈ വാളെടുത്താണ്. ഹല്ലേലൂയ. ജഡീക ആയുധങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും ഈ ക്രിസ്തീയ ജീവിതം ജയിക്കാൻ കഴിയത്തില്ല. We can't overcome the barriers, the obstacles that come from enemy. Hallelujah. സങ്കീർത്തനം 149 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് വാക്യം എനിക്കില്ല. അവരുടെ കയ്യിൽ ഇരുവായ്ത്തല വാളും ഉണ്ടായിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയ്ക്കും നടത്തിനിടയാകും. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും പ്രഭുക്കന്മാരും ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കുവാൻ കഴിയും. ഇരുവായ്ത്തലയുള്ള വാളാകുന്ന വചനം കൈവശമുള്ളവന് പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ കഴിയും. നമുക്ക് ഒരുപാട് അതോറിറ്റി, ഇതിനു മുന്നേ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു, നമ്മുടെ അധികാരത്തെ കുറിച്ച്, അതോറിറ്റി. അതില് വചനം എന്താ പറയാ, ആത്മാവിൽ ഹൃദയ പലകയിൽ നമ്മൾ വചനം എഴുതണമെന്ന വചനം പറയണേ. അങ്ങനെ ഉള്ള ഒരാൾക്ക്, ആഴമേറിയ വിശ്വാസമുള്ള ഒരാൾക്ക്, ഹല്ലേലൂയ, ഏത് എനിമിയുടെ അറ്റാക്കിനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തത് 7ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന.
നമ്മുടെ പ്രാർത്ഥന എപ്പോഴും പരിശുദ്ധാത്മാവ്, നമ്മൾ ഒരിക്കലും ഫ്ലഷ് കൊണ്ട് പ്രാർത്ഥിക്കരുത്. നമ്മൾ ഫ്ലഷ് കൊണ്ട് പ്രാർത്ഥിച്ച ഹല്ലേലൂയ നമ്മുടെ ഓൺ സെൽഫ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയും ജാതികളുടെ പ്രാർത്ഥനയും തമ്മിൽ എന്നാ വ്യത്യാസം ദൈവമക്കളെ? ഹല്ലേലൂയ. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ. അവരും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുകയാണ്, നമ്മളും അത് തന്നെയാ ചെയ്യണേ. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ കർത്താവിന്റെ മക്കളായി കർത്താവിന്റെ ഫാമിലിയിൽ ജനിക്കപ്പെട്ട് കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ എന്താ പറയാ വിളിക്കപ്പെട്ടവരാണ് നമ്മള്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ വിഷയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പലപ്പോഴും ജാതികളുടെ പോലത്തെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമുക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. ഓറിക്കാൽ അത് കോട്ടകളെ ഇടിക്കാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എനിമിക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്താ പ്രാർത്ഥിക്കണേന്ന്. ഉദാരക സന്ദര. പലരും അതർ ടങ്സ് പ്രാർത്ഥനയെ ഒരുപാട് കളിയാക്കുന്നവരുണ്ട്, വിശ്വാസികളുടെ ഇടയ്ക്ക് പോലും ഉണ്ട്. ഓ, ഇതെന്തോ പ്രാർത്ഥനയാ, ഹല്ലേലൂയ, ആർക്കും മനസ്സിലാകാത്ത പ്രാർത്ഥന. അന്യഭാഷയിൽ അധികം നേരം പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്ന ദേവദാസിമാരോട് നമ്മൾ അന്ന് ചോദിച്ചു നോക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരുപാട് അറ്റാക്സ് ഏൽക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് സകലത്തിനെയും ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. യെസ്, സ്ട്രഗിൾ ഇല്ലാത്ത ആരുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നവർക്ക് അറ്റാക്സ് കൂടും. പക്ഷേ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമ്മളെ ജയിക്കും. പിന്നെ എന്താണ്? വിശ്വാസം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസമില്ലെങ്കിൽ ആ പ്രാർത്ഥന വൃഥാവാണ്. ഹല്ലേലൂയ. ഞാൻ ഓടിപ്പോകട്ടെ, സമയമായി. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അത് ദീനക്കാരനെ രക്ഷിക്കും, രോഗികൾക്ക് സൗഖ്യം വരുത്തും. നമുക്കറിയാം, ഏലിയാവിന്റെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയായിരുന്നു, ആയതിനാൽ വലിയ മഴ പെയ്തു. ഹല്ലേലൂയ. അങ്ങനെ എത്ര സാക്ഷ്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. അപ്പോ അത് പിന്നെ വിശ്വാസം നമുക്ക് മെയിൻ ആയിട്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം വിശ്വാസം. അത് 9ാമത്തെ കാര്യമാണ്. വിശ്വാസം ദൈവം തന്നിരിക്കുന്ന ആത്മീയ ആയുധങ്ങളിൽ വളരെ ശക്തമായതാണ്. നമുക്കറിയാം, എരിഹോ മതിൽ വീണത് എങ്ങനെയാ? ഇസ്രായേൽ മക്കൾ 7 പ്രാവശ്യം 7ാം ദിവസം പട്ടണത്തിന് ചുറ്റും നടന്നത് കൊണ്ടോ പെട്ടകം ചുമന്നത് കൊണ്ടോ പുരോഹിതന്മാർക്ക് എന്താ പറയാ കാഹളം ഊതിയത് കൊണ്ടോ അല്ല, പ്രത്യുത അവർ വിശ്വാസത്തോടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ആ മതിൽ ഇടിഞ്ഞു വീഴുവാൻ കാര്യം. നമ്മുടെ ഏത് പ്രതികൂലത്തിന്റെ പ്രയാസത്തെ നോക്കി നമ്മൾ പ്രവചിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവചിക്കുവാണെങ്കിൽ ആ മതിൽ ഇടിഞ്ഞു വീണിരിക്കും ദൈവമക്കളെ. ആ കോട്ടകളെ ഇടിക്കുവാൻ ശക്തമായതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ ഉപവാസത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെല്ലാം അറിയാം, ഉപവാസമില്ലാതെ ഈ ജാതി മുന്നോട്ട് പോകത്തില്ല എന്ന് യേശു കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്തുതി സ്തോത്രങ്ങൾ. നമ്മൾ എത്ര പേർ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നമ്മുടെ സ്തുതി, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ നാവിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രവും സ്വർഗത്തിൽ വളരെ വിലയേറിയതാണ്. ഹല്ലേലൂയ. കാരണം എന്താ? കർത്താവിന്റെ വശം എന്നാ പറയണേ? സ്തുതിയുടെ മീതെയാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. സ്തുതിയുടെ മീതെ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കും എന്നാണ് വചനം പറയുന്നത്. വീര്യമുള്ള ഭുജം ഉയർന്നിരിക്കും. ശക്തിയോടെ സ്തുതിച്ചാൽ ദൈവം ഒരു യശയ്യാപ്രവചനം 42ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഒരു മഹാവീരനെ പോലെ ഇറങ്ങി വരും, യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും. ഹല്ലേലൂയ. പിന്നെ 12ാമത്തെ കാര്യം ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. ഈ 12 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ എനിമിയെ നമ്മൾ ജയിച്ചു. ഓൾറെഡി നമ്മൾ ഇൻ ദ വിക്ടറി ഗ്രൗണ്ട്. അവന്റെ ചിന്തകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ ബോഡിയിൽ ഇടുന്ന പല രോഗങ്ങളിൽ
കൃപയിലൂടെ മാത്രമേ അവനെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ആത്മീയ ആയുധങ്ങൾ, ഇത്രയും ആത്മീയ ആയുധങ്ങൾ നമ്മുടെ അടുത്ത് കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ഓരോ ദിവസവും നമ്മൾ സകലത്തെ ജയിക്കുവാൻ, മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ വചനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ലൈനിൽ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ജസ്റ്റിൻ ബാസ്റ്റിനെ ഈ ഗൂഗിൾ പ്രയർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കൂടി ഇരിക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. Over to Justin Pastor. God bless you.